So guys, welcome back to Minecraft episode 2. അപ്പോൾ ഗൈസ് ഇന്നലെ നമ്മളൊരു വീഡിയോ ഉണ്ടായി. അപ്പോൾ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ഒന്നും അപ്പോൾ എല്ലാവരും പറഞ്ഞു സെക്കൻഡ് പാർട്ട് ചെയ്യാൻ. എല്ലാവരും പറഞ്ഞത് ബ്രോ എന്നിട്ട് കുറച്ചുകൂടി ഒന്ന് സാധനങ്ങളൊക്കെ ഒപ്പിച്ചിട്ട് മതി വീടിന് പറഞ്ഞപ്പോൾ നമ്മൾ അതേപോലെയാണ് ഇതാക്കുന്നത്. നമുക്കെന്തായാലും ഫസ്റ്റ് പേഴ്സണിൽ ഒന്ന് ഇതാക്കാം. ഫസ്റ്റ് പേഴ്സൺ എന്നിട്ട് നമുക്ക് ഈ വഴി ഇങ്ങനെ ഇന്ന് നമുക്കൊരു ഇതുണ്ടാക്കണം ഗൈസ്, ഒരു മറ്റേ ഫാം എവിടെ ഉണ്ടാക്കുന്നതാണ് ഞാൻ നോക്കുന്നത് ഗൈസ്. നമുക്ക് കുറച്ച് ഡേർട്ട് ഇവിടെ നിന്ന് എടുക്കാം. ഗൈസ് നമുക്ക് ഇത് അതിൻ്റെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. നമുക്ക് ഇവിടെ 1 2 അയ്യോ ഗൈസ് അപ്പോൾ നമ്മൾ 4x4 ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെ ഗൈസ് ഇവിടെ നിന്ന് നമുക്ക് ഹോയുണ്ട് ടിൽറ്റ് ചെയ്താൽ ശരിയാവും. അപ്പോൾ അല്ല ടിൽറ്റ് ചെയ്യാം. ഇത് വാട്ടർ കൊണ്ട് പെട്ടെന്ന് ഇതായിക്കോട്ടെ. നമുക്കിപ്പോൾ അത്യാവശ്യമായിട്ട് ഒരു ക്യാറ്റ് ഫാമാണ് ഗൈസ്. നമ്മളിപ്പോൾ കുറച്ചധികം കയറ്റുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വരാം. പിന്നെ നമുക്ക് വുഡൊക്കെ വെട്ടിയിട്ട് ഗൈസ് ഈ സൈഡിൽ ഒരു ഫാം കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഇനി ഇത് താഴെ വീണുള്ള ഇലകളൊക്കെ അടുത്തതും 4x4 തന്നെ ആയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വന്നിട്ട് ഇവിടുന്ന് ഒരു ഇങ്ങനെ ഉണ്ടാക്കണം. അങ്ങനെ വെച്ചിട്ട് അപ്പോൾ കറക്റ്റ് 4x4 ആയിട്ട് ഗൈസ്. നമുക്കിവിടെ മറ്റേ ഇതോടെ ബെറിയുടെ ഫാം കൂടെ. അപ്പോൾ തുടക്കം തന്നെ 2 ഫാം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് സെറ്റായിട്ട് താനെ വളർന്നോളും. ഗൈസ് നമുക്ക് ഈ ഡേർട്ട് ഇവിടെ ഇങ്ങനെ ഇതായിട്ട് വയ്ക്കാം. അപ്പോൾ ഇനി ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ ആയിട്ടൊരു നമുക്കൊരു ബോട്ട് ഉണ്ടാക്കണം ഗൈസ്. അതുപോലെ ദൂരെ യാത്രക്ക് പോകുമ്പോൾ നമുക്ക് സഞ്ചരിക്കാനായിട്ട്. ബോട്ട് ഉണ്ടാക്കണം, എന്തൊക്കെ വേണം. ബോട്ട് റെഡി.
വേണ്ട. നമുക്ക് ആദ്യം ഒരു മൈനിങ് ഗൈസ്. അപ്പോൾ ഇത് ആട്ടിലിടാം. നമുക്കൊരു നമ്മളെ വീടിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഒരു മൈനിങ് ഏരിയ സെറ്റാക്കാം. ഗൈസ് നമുക്ക് ടോർച്ച് കുറച്ച് ആവശ്യമുണ്ട്. അതിന് വേണ്ടി നമ്മൾ കുറച്ചുകൂടി ലോഗ് എടുത്തിട്ട് ഇങ്ങനെ വയ്ക്കണം ഗൈസ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ടോർച്ച് ഉണ്ടാക്കാൻ പറ്റണം എന്നാണ് എൻ്റെ വിശ്വാസം. ഇതിൽ പിന്നെ 4 ഇതുണ്ട്. പിന്നെ നമുക്ക് ഈ വുഡ് എടുത്തിട്ട് കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കാം. എന്നിട്ട് ഗൈസ് ഇതിൽ ഓട്ടില്ല. അപ്പോൾ ഇതിൽ നിന്നൊരു ഇത്ര ഉണ്ട്. അങ്ങനത്തെ ഉണ്ടാക്കാം. ഇപ്പം നമ്മുടെ ഇതൊക്കെ ഉണ്ട്. നമുക്ക് 54 എന്നിട്ട് 94 10 അപ്പോൾ നമുക്ക് സെറ്റാക്കാം. അത്ര നമുക്ക് മതിയാവും. നമുക്കപ്പം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം മൈനിങ് ഏരിയ. അപ്പോൾ നമ്മൾ മൈനിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഗൈസ് അപ്പോൾ നമുക്ക് ഇനി കുറച്ച് ഒരു 32 ഉണ്ടാക്കാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. 30 ഇനി ഇവിടെ വയ്ക്കുകയാണെങ്കിൽ കോബിൾ സ്റ്റോൺ നമ്മളുടെ കയ്യിലേക്ക് വെച്ചിട്ട് ഇത് മുകളിലേക്ക് വയ്ക്കണം. എൻ്റെ ഇതെന്നോട് കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി ഗൈസ്. ഇവിടെ ഒരു ടോർച്ച് വയ്ക്കാം. എന്നിട്ട് ഇവിടെ ഇങ്ങനെ. പിന്നെ ഗൈസ് നിങ്ങൾ പറയും ലെങ്ത് ആയിട്ടുള്ള വീഡിയോ ആണോ അതോ ഇങ്ങനത്തെ ഇത് വേണോ? ഒരു 30 മിനിറ്റ് അങ്ങനത്തെ വീഡിയോ വേണോ? നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഗൈസ്. അപ്പോൾ അങ്ങനത്തെ വീഡിയോ ഇടാൻ ഞാൻ ശ്രമിക്കാം. പിന്നെ നമുക്ക് കൂടുതൽ ദിവസം ഈ സ്കൂളിൽ ഗൈസ്. അപ്പോൾ ഇടയ്ക്ക് വീഡിയോ ചില ദിവസം ഉണ്ടാവില്ല ഗൈസ്. ഞാൻ പറയാം. ഈ വീഡിയോ ഇപ്പോൾ എടുക്കുന്നത് എന്നിട്ട് ഇന്നാണ്, അതായത് ജനുവരി 22-ാം തീയതി. അപ്പോൾ അടുത്ത എപ്പിസോഡ് നാളിടും നമ്മൾ. അപ്പോൾ അതിനുള്ളതൊക്കെ. പിന്നെ നമുക്ക് ഒരു PC വാങ്ങണം. ഈ അടുത്തന്നെ എന്തായാലും ഒരു PC വാങ്ങുന്നതാണ്. നമ്മളതിന് മുമ്പൊരു ഹൈ എൻഡ് PC ഉണ്ടായിരുന്നു. അത് പക്ഷേ എന്താ പറ്റിയ അതിൻ്റെ ഹാർഡ് ഡിസ്ക് കൊണ്ട് അടിച്ചു പോയപ്പോൾ ഫുള്ള് ആകെ കേടായി ഗൈസ്. നല്ല വില കൂടിയ എനിക്ക് കറക്റ്റ് പൈസ ഓർമ്മയില്ല. ഞാൻ 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു ആ PC ഉണ്ടായത് എൻ്റെ വീട്ടിൽ. എന്നിട്ട് ആ PC അത് അടിച്ചു പോയി ഗൈസ്. നമുക്ക് ഇതുവരെ അയ്യാൻ കണ്ടുപിടിക്കാൻ പറ്റില്ല കേട്ടോ ഗൈസ്. ശരിയാ. പിന്നെ ഞാൻ ഏതെങ്കിലും അയ്യണം അങ്ങനെ മിസ്സാക്കാൻ വെച്ചാൽ നിങ്ങളൊന്ന് പറഞ്ഞുതരാം. എന്തായാലും ഇപ്പോൾ നമ്മൾ ഡയോറൈറ്റിൻ്റെ ലെവലിലെത്തിയതിൻ്റെ നമ്മൾ പിക്കാക്സ് ഇപ്പോൾ പൊട്ടും. ഓ മൈ ഗാഡ് ഗൈസ്, ഇപ്പോൾ പൊട്ടും ഗൈസ്. പിക്കാക്സ് പൊട്ടി. ഞാൻ വന്ന ദൂരം ചാടി പോകാം. ചാടി പോകാം. പോകാം.
ഇനി നമുക്ക് കുറച്ചും കൂടി ഇതുണ്ടാക്കാം. എന്നിട്ട് 4 ടോർച്ചും കൂടി ഒരു പിക്കാക്സ്, അതൊക്കെ അറിയാം. എന്താ ഗൈസ് ഇങ്ങനെയൊക്കെ വരുന്നത്? അപ്പം ഇങ്ങനെ ഇതുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കൊരു പിക്കാക്സ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു 3 സ്റ്റോൺ വേണം. ഗൈസ് അപ്പോൾ നമ്മൾ വെറുതെ ആവശ്യമില്ലാത്ത പണിക്കിരുന്നാണ് ഗൈസ്. അപ്പോൾ നമുക്ക് കുറേ കോബിൾ സ്റ്റോണൊക്കെ കിട്ടും നമ്മൾ മൈനിങ്ങിനാകുമ്പോൾ. എന്നിട്ട് 2 സ്റ്റിക്കും കൂടി വേണം. സ്റ്റിക്കിന് നമുക്ക് ആവശ്യമുള്ളത് വുഡാണ് ഗൈസ്. അപ്പോൾ വുഡ് ഇവിടെ ഉണ്ട് ഗൈസ്. ഇവിടെ വുഡുണ്ട്. ഇവിടെ ഇത്തിരി വുഡ് എടുത്തിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ഉണ്ടാക്കാം. ഈ സ്റ്റിക്കിൻ്റെ 2 മതി തോന്നുന്നു. 2 എടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള എക്സസൊക്കെ നമുക്ക് ഇതിലേക്കിടാം. ബാക്കി ഗ്രാനൈറ്റ് ഒടുക്കി വയ്ക്കാം, കോബിൾ സ്റ്റോൺ ഒടുക്കി വയ്ക്കാം. എന്നിട്ട് നമുക്കൊരു പിക്കാക്സ്. ഗൈസ് ഞാൻ സ്റ്റോൺ ഇവിടെ വെച്ചിട്ടാണ് പോയി പിക്കാക്സിനൊക്കെ. ഞാൻ എന്തെങ്കിലും കൊണ്ടുവരുന്നില്ല ഗൈസ്. നെക്സ്റ്റ് ഇതുണ്ട് ഉണ്ടാക്കിൻ്റെ വേഗം പോകാം ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടെ അടിയിലെത്താറായിട്ടുണ്ട്. എത്തി ഇവിടെ എത്തി ഗൈസ്. നമുക്ക് ഇനി എന്തെങ്കിലും കിട്ടുമെന്ന് ഗൈസ്. ഇപ്പോൾ ഗ്രാനൈറ്റ് കുറേ കിട്ടുന്നുണ്ട് നമുക്ക്. എന്താണെന്ന് അറിഞ്ഞൂടാ. അയ്യോ. അപ്പോൾ നമുക്ക് ഇതുവരെ അയ്യണം കണ്ടു. ഡീപ്പ് സ്ലേറ്റിൻ്റെ ലെവൽ എത്തിയിട്ടില്ല. ഇതുവരെ അയ്യണം കിട്ടിയിട്ടില്ല. അതാണ് ഗൈസ് സാഡ്നെസ്. എന്താ ഒരു കോപ്പർ പോലും കിട്ടിയില്ല. എന്ന് വെച്ചാൽ കോപ്പറിൻ്റെ ടൂൾസും ആർമറൊക്കെ ഉണ്ടാക്കായിരുന്നു. അതിന് കോപ്പറൊക്കെ നമുക്ക് ഗൈസ് അടുത്ത എപ്പിസോഡിൽ കോപ്പർ കിട്ടി. നമുക്ക് എന്തായാലും അടുത്ത എപ്പിസോഡിൽ കേവ് ഇതിന് പോകണ്ട ഗൈസ്. എൻ്റെ പേരെന്താ? കേവ് ഹണ്ടിങ്. കേവ് ഹണ്ടിങ്ങിന് പോകണം ഗൈസ്. കാരണം നമുക്ക് അങ്ങനെ വെച്ചാൽ ബ്ലോക്ക് അധികം ഇങ്ങനെ കോബിൾ സ്റ്റോണൊന്നും പൊട്ടിക്കേണ്ടി വരില്ല. ഇതിൽ പ്ലസ് പോയിൻ്റ് ഉള്ളത് കുറേ. യെസ് ഗൈസ്, ഈ വേൾഡിലത്തെ മൈ ഫസ്റ്റ് അയൺ. നമുക്കൊരു അയൺ പിക്കാക്സ് ഉണ്ടാക്കാം. യെസ്, ഇപ്പോൾ ഒരു അയൺ പിക്കാക്സും ഒരു സോഡും ഗൈസ്. ഇവിടെ കുറേ ഇതുണ്ട് ഗൈസ്. അതിൻ്റെ ഗൈസ് നമുക്ക് അയ്യണം കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കിനി നേരെ പോയിട്ട് മൈൻ ചെയ്യാം. ഇങ്ങനെ
ഇങ്ങനെ ഇതാകുമ്പോൾ ചിലപ്പോൾ ഡയമണ്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ അത് മറ്റേ വൈ ലെവൽ -59 എന്നാലേ കിട്ടുള്ളൂ ഗൈസ്. ഇതൊക്കെ കുഴിക്കാൻ കുറച്ച് പാടാണ്. നിങ്ങൾ വിചാരിക്കിപ്പോൾ ഇതൊക്കെ ഭയങ്കര എളുപ്പമല്ലേ ഡയമണ്ട് കണ്ടുപിടിക്കാന്ന്. അല്ല ഗൈസ്, ഭയങ്കര പാടാ. പിന്നെ നമുക്ക് ഗൈസ് ഡീപ് സ്ലേറ്റിൻ്റെ ലെവലെത്തി. ഗൈസ് അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഡീപ് സ്ലേറ്റ് പൊട്ടിക്കാൻ കുറച്ച് പാടാണ് ഗൈസ്. ഇത് ഏത് പിക്കാക്സ് ആയാലും അങ്ങനെ തന്നെയാണ്, ഡീപ് സ്ലേറ്റ് പൊട്ടിക്കാൻ പാടാ. ഇനി നമ്മൾ കുറേ ചാടി പോകണം ഗൈസ്. മുകളിൽ കയറുമ്പോഴേ നമ്മളെ ഗൈസ് അപ്പോൾ നമുക്ക് ഇവിടെ ഞാൻ കുറച്ച് നേരം മൈക്ക് ഓഫ് ആക്കിയിട്ട് മൈൻഡ് ചെയ്യാം ഗൈസ്. നമുക്ക് എന്തോ കിട്ടി. ഇതന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇത് വയ്ക്കാം. എന്നിട്ട് ലെറ്റ്സ് മൈൻ കണ്ടിന്യൂഷൻ. നമുക്ക് കോർഡിനേഷൻ ഒന്ന് ഓണാക്കിയിടാം ഗൈസ്. എന്ന് വെച്ചാൽ വൈ ലെവൽ 59 എത്തുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഗൈസ്. അത് ജനറൽ ആക്സസിബിലിറ്റി ഗൈസ്. അപ്പം നമുക്ക് അവിടെ ഇത് കാണുന്നുണ്ട് ഗൈസ്. നമുക്ക് ഈ പിക്കാക്സ് കൂട്ടി വീണ്ടും ചാടി പോകാം. ഇതിൽ കുറേ കോബിൾ സ്റ്റോണൊക്കെ കിട്ടിയിട്ട് ഗൈസ്. ഇതിന് എത്ര ചാടും, കുറേ നേരം ചാടി പോകണം. ഇപ്പം നമ്മൾ ഇതിന് വന്നേ പിന്നെ തന്നെ ഇതാക്കിയിട്ടുണ്ട് ഗൈസ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് എന്തായാലും ഒരു ഇതുണ്ടാക്കണം ഗൈസ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് എക്സ്പ്ലോറേഷന് പോകാം ഗൈസ്. നമുക്ക് നന്നായി വിശക്കുന്നുണ്ട് ഗൈസ്. രാത്രി ആവാറായി. നൈറ്റ് ആയിട്ടില്ല. നമുക്ക് നമ്മളെ അയൺ സ്മെൽറ്റ് ചെയ്യാൻ വയ്ക്കാം. നമുക്ക് ഈ കോപ്പർ കൊണ്ട് ഇത് ഉണ്ടാക്കാൻ പറ്റും നോക്കാം. നമുക്ക് കുറച്ച് തീർക്കാം ഗൈസ്. വുഡ് ബ്ലാങ്ക് നോട്ട് ഇവിടെ സെറ്റായിട്ടുണ്ട് ഗൈസ്. കറക്റ്റ് 3 സ്റ്റാക്ക് ഇത് കോബിൾ സ്റ്റോൺ. പിന്നെ ഇതൊക്കെ ഇവിടെ നോട്ടെ ഗൈസ്. എന്നിട്ട് നമുക്ക് ഇതും സ്മെൽറ്റ് ചെയ്യണം. ഗൈസ് നമുക്കിനൊരു അയൺ പിക്കാക്സ് ഉണ്ടാക്കാം. ഈ വേൾഡത്തെ ആദ്യത്തെ അയൺ പിക്കാക്സ്. നമുക്ക് ഈ അയൺ പിക്കാക്സ് മുകളിൽ കയറ്റിക്കാൻ എന്നിട്ടൊരു 3 തോന്നിക്കൂടെ നമുക്ക് ഉണ്ടാക്കിയാൽ മതി. ഇത് സ്മെൽറ്റ് ചെയ്യാൻ വയ്ക്കാം. പിന്നെ സോഡിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഒരു
ഇതുകൊണ്ട് ഉണ്ടാക്കാം ഗൈസ്. എന്തായാലും ആവശ്യം വരും. നിങ്ങൾ നോക്കാം. എന്തായാലും ഒരു ഇത് ആവശ്യം വരും നമുക്ക്. മഞ്ചാൻ മുമ്പ് പിടിക്കാനുള്ളതാണ്. അല്ലാണ്ട് നമുക്ക് ഫുള്ള് ഇതാവാന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ഇതാക്കാം. നമ്മൾ വെയിറ്റ് ചെയ്യാതാണ്. ഇനി എന്തെങ്കിലും ആർമർബീസ് പക്ഷെ നമ്മളൊരു ബൂട്ട് ഉണ്ടാക്കിയിട്ട് ഇവിടെ കൊണ്ടിട്ട് ഇടാം. ഗൈസ് എൻ്റെ ഷൂസ് നോക്കുക. പിന്നെ ഗൈസ് നമ്മുടെ ബെറീസൊക്കെ വളർന്നിട്ടുണ്ട്. ഗൈസ് ഞാനൊരു മണ്ടത്തരം ചെയ്തു. കുഴപ്പമില്ല, ഞാനതായിട്ട് രാമ്പോ എടുത്തിട്ട് വരാം. നമ്മിപ്പോൾ 16 വെച്ചിട്ട് 19 കിട്ടി ഗൈസ്. നല്ലതുണ്ട്. നമുക്ക് ഈ അയണിൻ്റെ ഇത് ഇവിടെ വയ്ക്കാം. നമുക്ക് പിന്നെ ഗൈസ് ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ഇനി എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല, ലൈറ്റിനോടില്ലാണ്ട് കുറച്ച് വുഡ് കളക്ട് ചെയ്തിട്ട് വരാം ഗൈസ്. ഓ മൈ ഗാഡ്, നമുക്ക് കുറച്ച് വുഡ് കളക്ട് ചെയ്യട്ടെ ഗൈസ്. നമ്മൾ മരം വെട്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. കുറച്ചധികം മരം വേണം. ഒരു സ്റ്റേക്ക് നമുക്ക് മറ്റേ സാധനം ഉണ്ടാക്കാം. എന്നാലും നമുക്ക് ആവശ്യം പ്ലാൻ ഉണ്ടാക്കാം. ഒരു സ്റ്റേക്ക് പ്ലാങ്ക് വയ്ക്കാം. ഗൈസ് അപ്പോൾ നമുക്ക് ഇതും കൂടി കൊണ്ട് സ്മെൽറ്റ് ചെയ്യാൻ പറ്റും ഗൈസ്. അപ്പോൾ നമ്മളൊരു കുറച്ചധികം ഇതുണ്ട് ലൂട്ട്. നമുക്കിതൊക്കെ മതി. നമുക്കിനി അടുത്ത എപ്പിസോഡ് കണ്ടോ ഞാൻ ഓഫ് ക്യാമറയിൽ ചെയ്തോളാം മൈനിങ്. എന്നിട്ടത് കിട്ടാൻ വെച്ചാൽ നിങ്ങളോട് ഞാൻ പറയാം. അല്ലാണ്ട് ഈ മറ്റേ നമ്മൾ മൈനിങ്ങിന് സ്വന്തം വീഡിയോ ആകുമ്പോൾ നിങ്ങൾക്കത് കണ്ടിട്ട് പിന്നെ ബോറടിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ കാണിക്കാത്ത ഗൈസ്. നെക്സ്റ്റ് ഹെൽമെറ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഹെൽമെറ്റ് ഇട്ടു ഗൈസ്. ഇനി നമുക്ക് ആവശ്യമുള്ളൊരു ചെസ്റ്റ് പ്ലേറ്റും ഇതും അതിൻ്റെ പേരെന്തായിരുന്നു ഗൈസ്, ബൂട്ടും. അതുകൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ആർമറിലാവും. നമുക്ക് വരുന്ന ഓരോ എപ്പിസോഡിലും ഓരോ ഇത് ഫാം വെച്ചുണ്ടാക്കാം. നെക്സ്റ്റ് ഇത് ഫാം ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് രണ്ട് മൂന്ന് എപ്പിസോഡും കൂടി ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നെതറിൽ കയറാം ഗൈസ്. ഡോണ്ട് വറി, നമുക്ക് എന്തായാലും കയറാം. നമുക്ക് ബൂട്ടുണ്ടാക്കാൻ ഇനി 2 കൂടി ഇവിടെ ഒരെണ്ണമായി. അതിനോട് ഒരു ബൂട്ട് കൂടി നോക്കാം. ഒരു ബൂട്ട്
ഗൈസ് ഇതിന് കറക്റ്റ് 8 ബാക്കി നമ്മളുടെ കയ്യിൽ 8 കറക്റ്റ് ഇതാട്ടാ ഗൈസ്. ഒരെണ്ണം അങ്ങോട്ടോ പോയാൽ വെച്ചാൽ നമുക്ക് ഇതായേനെ ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് ചെസ്റ്റ് പ്ലേറ്റ് കൊണ്ട് മതി. അപ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഇത് ഇതാക്കാം ഗൈസ്. നമുക്കൊരു ഫിഷിംഗ് റോഡ് ഉണ്ടാക്കിയാലോ? നമ്മളെന്ത് പറയണോ? ഫിഷിംഗ് റോഡ് ഉണ്ടാക്കാറുണ്ട്. പൊളിക്കാം ഗൈസ്. നമുക്കൊരു ഫിഷിംഗ് റോഡ് ഉണ്ടാക്കാം. ഇപ്പം എന്തായാലും നമ്മൾ വെറുതെ ഇരിക്കില്ല. അപ്പോൾ നമുക്കൊരു ഫിഷിംഗ് റോഡ് അങ്ങോട്ട് പടയ്ക്കാം. നമ്മൾ ഒരു ഫിഷിംഗ് റോഡ് ബോ ഉണ്ടാക്കിയാലോ ഗൈസ്? പക്ഷെ അതിന് ഏരോ വേണം. ബോയ്ക്ക് കറക്റ്റാവും. പക്ഷെ ബോ ഉണ്ടാക്കാൻ വെച്ചാൽ നമുക്ക് ഏരോ വേണ്ടി വരും. ഏരോ ഉണ്ടാക്കാൻ കുറച്ച് എക്സ്പെൻസീവാണ്. നമുക്ക് ഫിഷിംഗ് റോഡ് തന്നെ ഉണ്ടാക്കാം. പിന്നെ നമുക്ക് ടോർച്ച് ഇപ്പോൾ ആവശ്യമില്ല. ടോർച്ച് ആവശ്യമാകുമ്പോഴത്തേക്ക് മതി ഗൈസ്. നമുക്ക് ഇത് റെഡിയായ ഗൈസ് നമ്മളിപ്പോൾ ഫുൾ ആർമറിലാവാൻ പോവാണ് ഗൈസ്. യെസ്. ഇനി അതിൻ്റെ ഗൈസ് മുതൽ ഇടാനാ ഗൈസ്. അങ്ങനെ നമ്മൾ ഫുള്ള് കോപ്പർ ആർമറിലായിട്ട് ഗൈസ്. ഒരു 2 മീനെ പിടിച്ചിട്ട് നമുക്ക് ഈ എപ്പിസോഡ് നമ്മൾ നിർത്താം. ഗൈസ് അത് ചൂണ്ട കുത്തിയതായിരുന്നു ഗൈസ്. 1 മീനെ കിട്ടി. നല്ല ഇത്തിരി കൊണ്ടിട്ടാ ഗൈസ്. ഇതേ അടുത്ത മീൻ. യെസ്. ഇത് എക്സ്പീരിയൻസ് തരും ഗൈസ് നമ്മൾ ഫിഷ് ചെയ്യുമ്പോൾ. നെക്സ്റ്റ് അടുത്ത പോത്തുണ്ട്. നെക്സ്റ്റ് പിന്നെ ചൂണ്ടുമ്പോൾ അതല്ല ഗൈസ് നമുക്ക് എൻചാൻറ്റഡ് ബുക്സ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഗൈസ് ഡെല്ലി ബേർഡ് കിട്ടി ഗൈസ്. നമുക്ക് ഇവിടെ വയ്ക്കാം. ഇതൊക്കെ നമുക്ക് സാമ്പിന്ന് മാത്രം കിട്ടുന്ന സാധനങ്ങളാണ്. ചിലതൊക്കെ റയറുമാണ്. ഇത് ഇവിടെ നിന്നാണ് മീൻ പോണേ. നെക്സ്റ്റ് മീൻ. ഒരു 2 മിനിറ്റ് കൂടി ചൂണ്ടിടാം ഗൈസ്. എന്നിട്ട് മീൻ കിട്ടിയിട്ട് നമുക്കത് കുക്ക് ചെയ്യാൻ വയ്ക്കാം. നെക്സ്റ്റ് സാൽമണാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് ഇനി ഏത് കിട്ടും? നെക്സ്റ്റ് കോഡ് കിട്ടി. നെക്സ്റ്റ് ഇതേ പോണ്ട് ഗൈസ്. അത് കിട്ടിയില്ല. നമുക്ക് നെക്സ്റ്റ് സാൽമൺ കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ഫിഷ്. കുറേ കിട്ടുന്നുണ്ട് ഗൈസ്. ഇപ്പം 9 മീനായി. 10. ഒരു ബോണ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. എടാ എൻ്റെ മീനാണ് എടുത്തത്. എൻ്റെ മീനാണ് എടുത്തത്. ഗൈസ് ഈ സാധനം അൾട്രാ റയറാണ് ഗൈസ്. നോട്ടിലസ് ഷെല്ല് അതന്നെ നമുക്ക് കിട്ടി ഗൈസ്. പിന്നെ നമുക്കൊരു ഈ ബൗള് കിട്ടി, ഒരു ബോണ് കിട്ടി, നോട്ടിലസ് ഷെല്ല് കിട്ടി. ഒക്കെ റയറാണ്. പിന്നെ 2 കോപ്പറും കിട്ടി. ഓക്കെ. പിന്നെ കുറച്ച് നമുക്കൊരു സ്മെൽട്ടർ ഉണ്ടാക്കാം ഗൈസ്. സ്മെൽട്ട് ചെയ്യാൻ വേണ്ടിയിട്ടേ 2 ഉണ്ടാക്കാം.
ഇവിടെ സ്മെൽട്ട് ചെയ്യാനുള്ളത് ഇവിടെ വെച്ചാൽ ഗൈസ് ഇവിടെ ഇവിടെ ഇനി നമുക്ക് കുറച്ചുകൂടി വുഡ് വേണം. ഇതിലും കൂടെ പിന്നെ കുറച്ച് വുഡ് കാണണം. എന്നിട്ട് ഇതിൽ വയ്ക്കാം, ഇതിൽ വയ്ക്കാം ഗൈസ്. എന്നിട്ട് ചൂണ്ട ഇതിൽ തന്നെ കയറ്റി വയ്ക്കാം ഗൈസ്. എന്നിട്ട് അപ്പോൾ ഗൈസ് ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സീ യു.